വീക്കിൽ 1 ടൈം അല്ലെങ്കിൽ 2 ടൈം ഒക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇത് ഡയലി അത് തന്നെയാണ് സംഭവം. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പുറത്തോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതെന്താ? കല്യാണം കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ ഇവിടെ വിട്ടാലല്ലേ പുറത്തോട്ട് പോവുക. അത്രയ്ക്ക് ടോക്സിക് ആയിരുന്നു എന്റെ പൊന്ന് കൽബേ, അത്രയ്ക്ക് ടോക്സിക്. സോറി, പുറത്തോട്ട് ഒരു സാധനം വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് പിന്നെ വണ്ടിന്റെ ഡാഷ്ബോർഡിൽ ഇത് വെക്കണം, ഫോം വെക്കണം. ഫസ്മില ഒരു 3 മന്ത് വീട്ടിൽ നിന്നായിരുന്നു. അതിലൊരു ഫസ്റ്റത്തെ ഒരു 2 മന്ത് അവള് എൻ്റെ മുൻപിൽ ഒന്നുമില്ല, ലൈക്ക് നല്ല ഒരു കുട്ടിയായിട്ട് അങ്ങനെ നിന്നാലും ഉച്ചക്കൊക്കെ എണീക്കുക. രാത്രി ഉറക്കൊന്നുമില്ല, ഉച്ചക്കൊക്കെ എണീക്കുള്ളൂ. 2 മണിക്ക് മാരേജ് ചെയ്യുന്ന അന്ന് മുതൽ അവൾ വീട്ടിൽ നിന്ന് പോണ വരെ ഉച്ചയ്ക്ക് 2 മണി അല്ലെങ്കിൽ 12 മണി ആ ടൈമിൽ എണീക്കാറ്. പക്ഷെ എന്നിട്ടും ഞാൻ രാത്രി ഉറക്കം കിട്ടത്തില്ല അവൾക്ക്. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. രാത്രി ഉറങ്ങാറില്ല. രാവിലെ ഒരു 8 o'clock ആ ടൈമിലൊക്കെ ഒരു ചായ കുടിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. അങ്ങനെ ചെയ്യാറ്. അപ്പൊ രാത്രി എന്താ ചെയ്യാറെന്ന് നോക്കിയിട്ടില്ല അതുവരെ? രാത്രി അവള് ഇടയ്ക്ക് കിച്ചണിൽ പോയിട്ട് ടീ വേണം, ലൈക്ക് എന്നോട് ചായ അടിക്കാൻ പോകാൻ പുറത്തോട്ട് പോകും, ചായ അടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു മാരേജിന് 1 വീക്കൊക്കെ പുറത്ത് നിന്ന് ചായ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും, 1 മണി 2 മണി ടൈമിലൊക്കെ. പിന്നെ ഞാനത് സ്റ്റോപ്പാക്കി. കാരണം വീട്ടിലിങ്ങനെ ഈ രാത്രി പുറത്തോട്ട് പോകണ ഇത് തീരെ താല്പര്യമില്ല. നമ്മളോട് പറഞ്ഞു ഇവൾക്ക് അങ്ങനെ ചായ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കുടിച്ചു. നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ ഫാമിലി, ഞാൻ ഓൾറെഡി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് അവൾ എൻ്റെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത്. കാരണം എൻ്റെ വീട്ടിലല്ല, ഒരുതരം വീട്ടിലൊക്കെ രാത്രി ഒരു പെൺകുട്ടി പുറത്തു പോയി ചായ അടിക്കണം. വീട്ടിൽ ചായ ഉണ്ടാക്കാമല്ലോ, വീട്ടിൽ ഗ്യാസും ഇതൊക്കെ അല്ലേ. ചായ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാമല്ലോ, പുറത്തുനിന്ന് തന്നെ കുടിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളൊരു ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ചില്ല് ചെയ്യാൻ വേണ്ടി നൈറ്റിൽ ഒരു ട്രിപ്പ് കടിക്കുക, അതൊക്കെ സ്വാഭാവികം. അത് എപ്പോഴെങ്കിലും പോകും. ഇത് ഡെയിലി കണ്ടിന്യൂ അത് നടക്കത്തില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് ഒരു വീക്കിൽ 1 ടൈം അല്ലെങ്കിൽ 2 ടൈം ഒക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇത് ഡെയിലി അത് തന്നെയാണ് സംഭവം. ഡെയിലി പുറത്തോട്ട് പോകണം, ചായ അടിക്കണം, ബ്രെഡ് ഓംപ്ലേറ്റ്, ചായ തന്നെ. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി വെച്ച വീഡിയോ കഴിഞ്ഞപ്പോൾ അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ അപ്പൊ വീട്ടിൽ നിന്ന് രാത്രി പുറത്തു പോകാറില്ല? പുറത്തു പോകാറുണ്ട്. രാത്രി പുറത്തു പോകാറില്ല? ഇവള് വന്നതിന് ശേഷം പോയിട്ടില്ല. ഇവള് വന്നതിന് ശേഷം പുറത്തോട്ട് പോയിട്ടില്ല. പക്ഷെ അതെന്താ അങ്ങനെ പോവാതിരുന്നേ? നമ്മുടെ രീതികൾ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഇവള് വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മണിയൊക്കെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നാമത്തെ കാര്യം പറയാലോ, ഇതിപ്പോ അല്ലല്ല കട്ടല്ല പറഞ്ഞു. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പുറത്തോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതെന്താ? കല്യാണം കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ ഇവിടെ വിട്ടാലല്ലേ പുറത്തോട്ട് പോവുക. അത്രയ്ക്ക് ടോക്സിക് ആയിരുന്നു എന്റെ പൊന്ന് കൽബേ, അത്രയ്ക്ക് ടോക്സിക്. സോറി, അത്രയ്ക്ക് ടോക്സിക് ആണ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഒരു പുറത്തോട്ടൊരു സാധനം വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് പിന്നെ വണ്ടിന്റെ ഡാഷ്ബോർഡിൽ ഇത് വെക്കണം, ഫോം വെക്കണം. അത്രയ്ക്ക് സീനാണ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അവളെ കൂടെ ഇത്രയും കാലം ജീവിച്ച ഒരുപാട് എക്സ്മാരുണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞുതരും വേണമെങ്കിൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഇവളെല്ലാ എക്സ്മാരെയും പരമാവധി അവർക്ക് പണി കൊടുത്തിട്ടാണ് ആ റിലേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവർക്ക് നന്നായിട്ട് പണി കൊടുക്കും. പണി കൊടുത്തിട്ടാണ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് വേറൊരാളോട്ട് അവിടെ പോവുക അവള്.